നമസ്കാരം. കൈലാസത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുടുംബത്തിൽ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ഒരു ശുഭവാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭദ്രകാളി ദേവിയുടെ പ്രത്യേക അനുഗ്രഹത്താൽ ഇനി വരും നാളുകളിൽ വൻ ധനയോഗം അനുഭവിക്കാൻ പോകുന്ന ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൊണ്ട് വലയുന്നവരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഈ നാളുകാരുടെ എല്ലാ ദൗർഭാഗ്യങ്ങളും മാറി ഇനി വരാൻ പോകുന്ന മഹാഭാഗ്യമാണ്. ഈ നാളുകാർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടേ വരത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാരുണ്ടെങ്കിൽ ധനലക്ഷ്മി വാതിക്കൽ വന്ന് എന്ന് കരുതിക്കോ. ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാർക്ക് വൻ ധനയോഗമാണ് ആരംഭിക്കുന്നത്. ഭദ്രകാളി ദേവിക്ക് ചെയ്യേണ്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് പറയട്ടെ. എല്ലാ ചൊവ്വാഴ്ചയും ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ രാവിലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ഒരു നെയ്വിളക്ക്, ഒരു കടും പായസം, പിന്നെ ദേവിക്ക് ഇഷ്ടമുള്ള ഒരു ചുമന്ന മാല, ചെമ്പരത്തി മാലയായാൽ അത്യുത്തമം. ഇത്രയും കാര്യങ്ങൾ ഭഗവതിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ധനയോഗം വന്നു ചേരുന്നതാണ്. പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടി വരുത്തതേയില്ല. നിങ്ങളുടെ ജാതകത്തിലും ഗ്രഹനിലയിലും ഉള്ള ഒരു ദോഷങ്ങളും നിങ്ങളെ ബാധിക്കത്തതേയില്ല. ഭദ്രകാളിയമ്മ അത്രയ്ക്ക് നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നതാണ്. ഭഗവതിയെ വിശ്വസിച്ച് നിങ്ങൾ എല്ലാ ചൊവ്വാഴ്ച തോറും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? രക്തപുഷ്പാഞ്ജലി ചെയ്യണം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യണം, ഒരു നെയ്വിളക്ക്, ഒരു കടും പായസം. ഇത്രയും ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾക്ക് ഐശ്വര്യവും പോസിറ്റീവ് എനർജി എല്ലാം വരുന്നതാണ്. പിന്നെ എന്ത് പ്രശ്നം വന്നാലും അത് നിങ്ങളെ ബാധിക്കാതെ ദേവി നോക്കുന്നതാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്യണം. ഇത് കൂടാതെ ചൊവ്വാഴ്ച ഒരു കാര്യം കൂടി ചെയ്യണം. മുരുകക്ഷേത്രത്തിലോ മുരുക ഭഗവാന്റെ ഉപപ്രതിഷ്ഠയായിട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിലോ ഒരു പഞ്ചാമൃത അഭിഷേകവും കൂടി നടത്തണം. ത്രിമധുരം ചെയ്യുന്നവരുണ്ട്, പക്ഷേ പഞ്ചാമൃതമാണ് ഭഗവാൻ ഏറ്റവും വലുത്. ഒരു ഭസ്മവും കൂടി മേടിച്ച് ഭഗവാന് സമർപ്പിക്കുക. ഇത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആവർത്തിക്കുക. മാസത്തിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ. പക്ഷേ എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉന്നതിയും ഒരുപാട് ധനയോഗവും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും. പിന്നെ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്നതാണ് നിങ്ങൾ. ഒരു ജോലിയായാലും വിവാഹത്തിൻ്റെ ആയാലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളായാലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതെല്ലാം മാറി നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടോ അതെല്ലാം മാറി നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പിന്നെ സംഭവിക്കത്തുള്ളൂ. ഇത് ചെയ്തവർക്കെല്ലാം 100% ഫലം കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും പോയി ചെയ്യണം. നിങ്ങൾ മുരുകക്ഷേത്രത്തിലൂടെ ചെയ്യണം കേട്ടോ. അതാണ് ഇതിൻ്റെ രഹസ്യം. മുരുക ഭഗവാന്റെ അടുത്ത് നിങ്ങൾ പഞ്ചാമൃത അഭിഷേകം ചെയ്യണം. ഒരു കുടുംബഭസ്മം വാങ്ങിച്ചു കൊടുക്കണം. ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഷഷ്ടി ദിവസങ്ങളിൽ പോയി തൊഴാൻ പറ്റുന്നവരാണെങ്കിൽ പോയി തൊഴണം കേട്ടോ. ഈ ചൊവ്വ ഷഷ്ടി ദിവസം എന്ന് പറയുന്നത് മുരുക ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് ഭഗവാനും ഭഗവതിയും നോക്കിക്കോളും. നിങ്ങൾ ഉറപ്പായിട്ടും ക്ഷേത്രങ്ങളിൽ പോയി തൊഴണം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. നിങ്ങൾക്കെല്ലാം മംഗളവും വരും.